9,000 രൂപ 10,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് വരുന്നുണ്ടായിരുന്നു ഒരു മാസം. 10,000 രൂപ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ക്ഷീര കർഷകന്റെ അധ്വാന ഭാരം കുറയ്ക്കുന്ന ഏതൊരു തീറ്റയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പമേട്ടിലുള്ള ഉണ്ണിച്ചേട്ടന്റെ പശു ഫാമിലാണ്. ഇവിടെ 25ഓളം ജേഴ്സി പശുക്കളുണ്ട്. ഇദ്ദേഹത്തിന്റെ അധ്വാന ഭാരം കുറയ്ക്കാനും പശുക്കളുടെ പാലുൽപാദനം കൂട്ടാനായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ട്രൂമീലിന്റെ TMR ആണ് കൊടുക്കുന്നത്. ഇതുമൂലം ഇദ്ദേഹത്തിന്റെ പശു വളർത്തൽ വളരെ ലാഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ പേര് പറയാമോ? എന്റെ പേര് ഉണ്ണി. സ്ഥലം പറയാമോ? കമ്പമട്ട് പാറക്കടവ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് TMR ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ TMRലേക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാറിയത്? നമുക്ക് തീറ്റയുടെ ചെലവ് വളരെയേറെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ TMRലേക്ക്. പിന്നെ പശുക്കൾക്ക് ഭാഗ്യമായ വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. TMR കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പശുക്കൾക്ക് നല്ലപോലെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഈ TMRലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ചേട്ടൻ? TMRലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഈ കാല് മറ്റേത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ചെലവ് വളരെയേറെ കൂടുതലായിരുന്നു. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചെലവ് കുറഞ്ഞ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പശുക്കൾക്ക് നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പാലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പാലിന്റെ വിലയിലും വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് കാണാൻ തുടങ്ങിയത് കൊണ്ട് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക ചെയ്തത്. ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ കൊടുത്തിരുന്ന പോലെ തന്നെ കാലിത്തീറ്റകൾ അതേപടി തന്നെ നമ്മൾ കൊടുത്തിട്ട് ഇത് ഒരു ശകലം കൊടുത്തു. ഇത് തിന്നാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാലിത്തീറ്റയുടെ അളവ് ഒരു ശകലം കുറച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കാലിത്തീറ്റ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ TMRലേക്ക് മാത്രമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഡോക്ടറുടെ ഒരു ഉപദേശപ്രകാരം നമ്മളൊരു ശകലം കാലിത്തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പശുവിന് ഒരു പ്രോട്ടീനിന്റെ ലെവലിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ TMR കൊടുക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ഈ ചാണകം അയഞ്ഞാ പൊക്കോണ്ടിരുന്നത്. ഇപ്പം ചാണകമൊക്കെ നല്ല രീതിയിൽ മുറുകി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ദഹനത്തിന് നമ്മൾ കൊടുത്തോണ്ടിരുന്ന അതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെച്ചു. ദഹനത്തിന് നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഒരു പൊടി ഉണ്ടായിരുന്നു, അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അത് ഭയങ്കര കോസ്റ്റ് ആയിരുന്നു. ആ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അതേപോലെ തന്നെ കാൽസ്യം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലിവർ ടോണിക് അത് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളൊരു ഈ മാശ് പോകാനായിട്ട് നമ്മൾ ഒരു ലിക്വിഡ് കൊടുക്കുക, അതും നമ്മൾ ഒഴിവാക്കിയെടുത്തു. ഇപ്പം പശു പറ്റി കഴിഞ്ഞാൽ കൂടി വന്നാൽ നമ്മൾ ഒത്തിരി നേരം ഒന്നും ഇരിക്കുകയൊന്നും വേണ്ട, ഒരു 3 മണിക്കൂറിനകം മാശി നമുക്ക് സുഖമായിട്ട് പോകുന്നുണ്ട്. വളരെയേറെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റി. ഇങ്ങനെയുള്ള എക്സ്ട്രാ ചെലവുകളെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ ചെലവുകളെല്ലാം അത് നോക്കുവാണെങ്കിൽ അത് ഒരു മാസം 9,000 രൂപ 10,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് വരുന്നുണ്ടായിരുന്നു ഒരു മാസം. 10,000 രൂപ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാല് ഭയങ്കര തണുപ്പും പിന്നെ അതുപോലെ കാലാവസ്ഥ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നമുക്ക് ഇവിടെ ഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ആ പശുവിനെ അഴിച്ചുവിടുന്ന സ്ഥലങ്ങളിലും നമ്മളെ പുല്ല് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി മുഴുവൻ വെള്ളം മൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അന്നേരം നമ്മൾ ഈ TMR കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ കച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ എടുക്കുന്നുമില്ലായിരുന്നു. പെട്ടെന്ന് പിന്നെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ TMR തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പശുക്കൾ TMR തന്നെ പോയി, വേറെ ഒന്നും നമ്മൾ കൊടുത്തില്ല. നല്ല റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ പാല് ഈ പുല്ല് കൊടുക്കുമ്പോഴെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന അതേ പാല് തന്നെ നമുക്ക് കിട്ടാനും തുടങ്ങി. ഈ പ്രതികൂല ഈ കാലാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ TMR കൂടുതൽ കൊടുക്കും. ആ ഒരു കാലാവസ്ഥ വന്നപ്പോ ഇവിടെ പുല്ല് മൊത്തം പോയി. പുല്ല് മുഴുവൻ എനിക്ക് പുൽകൃഷി മുഴുവൻ എന്റെ പോയി. വെള്ളം കയറി മുഴുവൻ മൂടി നിൽക്കുക. പുല്ല് എവിടാന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത രീതിയിൽ വെള്ളം കയറി നിന്ന് പോയി. ആ സമയത്ത് TMR ആയിരുന്നു നമുക്ക് ഒരു കൈത്താങ്ങായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ കാലാവസ്ഥ നിങ്ങൾ കണ്ടു, നല്ല മഴ. അപ്പൊ ഇപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ രാവിലെ അഴിച്ചു വിടുന്നതിന് പകരം നമ്മളിപ്പോ TMR ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക. പശുക്കൾ നല്ല രീതിയിൽ തിന്നുന്നുണ്ട്. പശുക്കൾ അത് തിന്നു തീർത്തു, കൊടുത്ത മുഴുവൻ തിന്നു തീർത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഈ വെള്ളം കൊടുക്കുമ്പോഴാണേലും മറ്റേ പൊടികളും ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വെറും പച്ചവെള്ളം മാത്രമേ കൊടുക്കുന്നത്. പച്ചവെള്ളം ഈ എന്നാ തണുപ്പാണെങ്കിൽ പോലും വയറ് നിറച്ച് പച്ചവെള്ളം കുടിക്കുന്നുണ്ട് പശുക്കൾ. അതെല്ലേ, നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട്, ചെന പിടിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ചെന പിടിക്കുന്നു. അതായത് പശു പെറ്റു ഒരു 2 മാസത്തിനകം തന്നെ ആദ്യത്തെ ചെനക്കോള് കാണിക്കുന്നുണ്ട്. ആദ്യ അളവിൽ ചെന പിടിക്കുന്നില്ലായിരുന്നു. ചെനപിടുത്തം നമുക്ക് ചെനപിടിക്കുന്നത് ചെനക്കോള് കാണിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിന് പിന്നെ നമ്മള് വേറെ ഹോർമോണുകളൊക്കെ കൊടുത്തോണ്ടാണ് ചെന പിടിപ്പിക്കാനായിട്ട്
ശ്രമിച്ചുകൊണ്ടിരുന്നത്. എല്ലാം ഏകദേശം ഇതിനെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പശു പറ്റു 2 മാസത്തിനകം തന്നെ ചെനക്കോള് കാണിക്കുന്നുണ്ട്. കുത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുത്തിവയ്ക്ക് തന്നെ ചെന പിടിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഗുണമാണ്. നല്ലപോലെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നല്ല ഗുണമായതുകൊണ്ടുണ്ടായി എനിക്ക് നല്ല ഗുണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പാലുൽപാദനം എന്തോരം കൂടിയിട്ടുണ്ട്? പാലുൽപാദനം ഒരു പശുവിന് ഒരു 4 ലിറ്ററിന് മുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ, ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം നമുക്കൊരു അതായത് ആദ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് പിന്നെ TMR ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പാലിന് നല്ലപോലെ വ്യത്യാസം വരാറുണ്ട്. ഒരു 4 ലിറ്റർ പാലോളം 2 നേരമായിട്ട് വ്യത്യാസം വരാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്താണ് ഇവിടുത്തെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത്. പുള്ളി നിർബന്ധിച്ച് ഇതൊന്ന് കൊടുത്തു നോക്കുന്നുള്ള ഒരു നിർബന്ധത്തിന്റെ പുറത്ത്, അപ്പം ആ നിർബന്ധത്തിന്റെ പുറത്താണ് ആദ്യം നമുക്കൊരു മടിയായിരുന്നു. അപ്പം പുതിയൊരു ഇത് വരുന്നെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പശുക്ക് വേറെ വല്ല കുഴപ്പങ്ങൾ വരുമോ എന്താന്നുള്ള ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നിർബന്ധത്തിന്റെ പുറത്ത് നമ്മൾ എടുത്ത് കൊടുത്തതാണ്. ആ നിർബന്ധത്തിന്റെ എടുത്ത് പുറത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഈ ഓക്കെയും TMR കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പാലിന്റെ ചെറിയ വ്യത്യാസം കാണാൻ തുടങ്ങി. അപ്പം പിന്നെ നമ്മള് TMR ഒരു 15 ദിവസം TMR നമ്മളെ കൊടുത്തോണ്ടിരുന്ന രീതിയിൽ തന്നെ കാലിത്തീറ്റയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് TMR കൂടുതലാക്കി കാലിത്തീറ്റയുടെ അളവ് നമ്മൾ കുറച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ കാലിത്തീറ്റ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. രണ്ട് സെക്ഷനാണ്. കാരണം വെച്ചാൽ ഇത് കറവ പശുക്കൾക്ക് വേണ്ടിയുള്ളത്, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന? ഇതിപ്പോ രാവിലെ നമ്മൾ പശുവിനെ വന്ന് കുളിപ്പീര് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു ചാക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ചാക്ക് നമ്മൾ ബക്കറ്റിനകത്താക്കി കറക്കുന്ന പശുക്ക് മാത്രമായിട്ട് കറക്കുന്ന പശുക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വൈകിട്ടും ഇതേ രീതിയിൽ തന്നെ ഒരു ദിവസം 5 ചാക്ക് TMR പോകുന്നുണ്ട്. ബ്ലാക്കൊക്കെ വേണമെങ്കിൽ 2 ചാക്ക് TMR ഒരു ദിവസം പോകുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്? എങ്ങനെ എന്റെ ആരോഗ്യം, പശുക്കളുടെ ബ്ലാക്കയുടെ കാര്യത്തില് എനിക്ക് നോക്കിയത് ഇച്ചിരി ബ്ലാക്കിലെ നന്നാകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ. മറ്റേ ക്ഷീണമായിട്ട് നിന്നിരുന്ന ബ്ലാക്കിലെല്ലാം ഇപ്പൊ ഒരു നല്ലപോലെ പശുക്കൾ നല്ലപോലെ ആക്റ്റീവായിട്ടുണ്ട്. ഒരു മാസത്തേക്ക് നമ്മൾ ആൾക്കാർക്ക് എടുക്കുമല്ലോ. നമുക്ക് 15 ദിവസം, ഒരാഴ്ച, 7 ദിവസം, 15 ദിവസം അതിൽ കൂടുതൽ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഒരാഴ്ചത്തേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം പിന്നെ ഫ്രഷ് ലോഡ് പിന്നെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 1 മാസത്തേക്ക് എടുത്ത് സ്റ്റോക്ക് ചെയ്യണ്ട. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ട് തരൂല്ലേ. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഈ കൂട് ഒഴിവാക്കാനുള്ള പാടുമാണ്. അതായത് അവര് നമുക്ക് എപ്പോ വിളിച്ചാലും നമുക്ക് കൊണ്ടുതരും. അവര് തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പം ഇനി എത്ര ചാക്ക് ഇരിപ്പുണ്ട്, എത്ര ദിവസത്തേക്കുണ്ട്, കൃത്യമായിട്ട് അവരതിന്റെ അപ്ഡേറ്റ് എടുത്തുകൊണ്ട് തന്നെയായിരിക്കും. എല്ലാ തീരുന്ന അവർക്കൊരു കണക്കുണ്ട്. അത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു തീരാത്ത രീതിയിൽ അവർ നമുക്ക് സാധനം ഇറക്കി തരും. കൃത്യമായിട്ട് അവിടെ ചെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുതരും. നമസ്കാരം, പേരൊന്ന് പറയാമോ? എന്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പ്രൈവറ്റ് പ്രാക്ടീസും അതോടൊപ്പം തന്നെ ഗവൺമെന്റിൽ കോൺട്രാക്ട് ആയിട്ട് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ഒരു പ്രൈവറ്റ് പെറ്റ് ക്ലിനിക്ക് നടത്തുന്നുണ്ട് ചെറിയ രീതിയിൽ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ കാർഷിക മേഖലയുടെ കൈത്താങ്ങായിട്ട് നിൽക്കുന്ന പ്രധാനമായിട്ട് നിൽക്കുന്ന പശു വളർത്തൽ മേഖലയ്ക്ക് സപ്പോർട്ടായിട്ട് കർഷകർക്ക് പ്രാക്ടീസ് ചെയ്ത് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് TMR കേൾക്കാം. ഈ ഒരു TMRന്റെ പ്രത്യേകത എന്താ? TMR ഇത് ട്രൂമീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇതൊരു വെറ്റ് TMR ആണ്. വെറ്റ് TMR എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ സൈലേജിലാണ് ഈ TMR. ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. വെറ്റ് TMR. ഓക്കെ, ഇത് നമ്മൾ സൈലേജിലാണ്. അത് കണ്ട ഇതാണ് പുല്ലും പിന്നെ എന്നിട്ട് ചോളവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ്. വെറ്റ് TMR ആണ്. സൈലേജിലാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വരുന്നത്. സൈലേജിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ഫീഡ്, അതായത് ഓക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ മിക്സ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഫീഡായിട്ട്, അതായത് 100% പോഷകാഹാരമായിട്ട് വരുന്ന രീതിയിൽ. അതായത് നമ്മൾ സാധാരണ പശുവിന് 40% ഓക്കെയും 60% പുല്ലും ആണ് കൊടുക്കുന്നത്. അതായത് പുല്ലും കച്ചിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പം ആകെ നമുക്ക് ഓക്കെയുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ബാക്കി കൊടുക്കുന്ന ഫീൽഡുകളിൽ നമ്മളിപ്പം പുൽത്തോട്ടത്തിൽ നിന്ന് വെട്ടുന്ന പുല്ലിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, കച്ചിയുടെ ക്വാളിറ്റി, ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഒരു ഫീഡ് ഫോർമുലേഷനാണ് 100%. അപ്പോൾ ആ 100% വരുമ്പം ഒരു പശുവിന് ആവശ്യമായുള്ള പോഷകാഹാരങ്ങൾ അത് കൃത്യ അളവിൽ കൊടുക്കുകയാണെങ്കിൽ
അത് മതി പശുവിന്. അതെല്ലേ. അപ്പോൾ വളരെ കുറച്ചാണ്. അതിപ്പോൾ നമ്മൾ 15 നല്ല ഉൽപ്പാദനമുള്ള പശുവിന് 15 കിലോ ഓക്കെയും പിന്നെ ഒരു 40 കിലോ പുല്ലോ കൊടുക്കുമ്പോൾ വളരെ വലിയ വയറും ഒക്കെ ആയിട്ട് വയറ് പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ്. അത് ഒഴിവാക്കുന്നതിന് TMR തീറ്റ വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും കൗ കംഫോർട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കൗ കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശു നല്ല രീതിയിൽ ദഹനം ഉണ്ടായിട്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ വളർത്തുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും തീറ്റയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന ഘടകം. ആ ഘടകം ഈ TMRലൂടെ ഇപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളിത് കൊടുക്കുന്നിടത്തെല്ലാം അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അകിടുവീക്കം. അകിടുവീക്കം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിന് ദഹനക്കേട് ഉണ്ടാകുന്നതിനൊപ്പം പനി ഉണ്ടാവും, ചാണകം ലൂസായിട്ട് പോകും. ആ ചാണകത്തിൽ ഈ പശു കിടന്നിട്ട് പാലുൽപാദനം ചിലപ്പോൾ കൂടുതലുള്ള പശുക്കളൊക്കെ ആണെങ്കിൽ ഈ സമയങ്ങളിൽ പാല് പൊഴിഞ്ഞു പോവുകയും പാലിലേക്ക് ബാക്ടീരിയ കിടന്നിട്ട് അകിടുവീക്കം ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ കൂടുതലായിരുന്നു. ഈ TMR കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പം അസുഖങ്ങൾ ഒത്തിരി കുറവായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ഒരു തീറ്റയുടെ മെച്ചമാണ്. അതായത് നമ്മൾ 60 കിലോ എടുത്ത് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് 25 കിലോയിലേക്ക് മാറുകയാണ് പൂർണ്ണമായിട്ടും കൊടുക്കുമ്പോൾ. അത്ര വ്യത്യാസം. അപ്പൊ പശുവിന്റെ വയറിലേക്ക് ചെല്ലുന്നത്. അപ്പൊ 25 കിലോ തീറ്റയും 60 കിലോ തീറ്റയുടെ വോളിയം വലുതാണ്. അപ്പൊ അത് പെട്ടെന്നുള്ള ദഹനവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഫീഡ്, അതായത് നമുക്ക് പോഷകാഹാരത്തിന്റെ കൺവേർഷൻ വേഗമാകുന്നത് കൊണ്ട് തന്നെ പശുവിന് അധികം നിന്ന് തിന്നേണ്ട സമയമൊന്നും വരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, തീറ്റ ഇട്ട് കൊടുക്കുന്ന പുറകെ പശു കഴിച്ചു കഴിഞ്ഞു. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പശുവിന്റെ തീറ്റയും വെള്ളക്കൊടുപ്പും കാര്യങ്ങളും എല്ലാം ഒരു കൂടിൽ കഴിയുകയാണ്. സമയമല്ല. അപ്പൊ അവന് വേറെ ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് പോയിട്ട് പശുവിനെ വളർത്തുന്നത് ഇപ്പൊ പശു വളർത്തലൊക്കെ വളരെ കുറവായി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പശുവിനെ വളർത്തുന്ന ആൾക്കും ഇത് കൂടെ ഒരെണ്ണം മേടിച്ചു വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പശുവിനെ വളർത്താം. പിന്നെ പുല്ല് വെട്ടാൻ നടക്കണ്ട, പുല്ല് അന്വേഷിച്ച് നടക്കണ്ട. ഇപ്പൊ ഹൈറേഞ്ചിലൊക്കെ ആണെങ്കിൽ സ്ഥലപരിമിതി ഭയങ്കരമായിട്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാർഷിക മേഖലയിൽ പശു വളർത്തലിനെ ബാധിച്ചിട്ടുണ്ട്. 5ഉം 10ഉം പശു വളർത്തുന്ന ആളുകളൊക്കെ പുല്ലും അതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടാതെ വന്ന് പശു വളർത്തൽ നിർത്തി പോകുന്ന ഒരു സാഹചര്യം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടപ്പോഴാണ് ഞങ്ങളൊക്കെ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരമ്പര്യമായി പശു വളർത്തിക്കൊണ്ട് വന്ന ആളുകൾ പലരും നിർത്തി പോകുന്നത് നമുക്ക് പുനരുജ്ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇഷ്ടംപോലെ TMRകൾ മാർക്കറ്റിലുണ്ട്. അതിൽ മെച്ചപ്പെട്ട ഒരു TMR ആയിട്ടുള്ള ഇതിലേക്ക് കടന്നു വരാൻ ഈ ഫെർട്ടൈൽ ഗ്രീൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന നമ്മുടെ തിരുപ്പതി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഫാക്ടറിയാണ്. അവരുടെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ അങ്ങോട്ട് 14 ജില്ലയിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മാർക്കറ്റിൽ പോകുന്നുമുണ്ട്. TMR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ ശരീരത്തിൻ്റെ, അതായത് വെയിറ്റ്, പശുവിൻ്റെ വെയിറ്റിന് അനുപാതമായിട്ടാണ് TMR തീറ്റയുടെ കൊടുക്കുന്ന അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പശുവിൻ്റെ ഉൽപ്പാദനവും ശ്രദ്ധിക്കണം. പ്രസവിച്ച ഉടനെ തന്നെ ഉൽപ്പാദനം കൂടുതലുള്ള പശുക്കൾക്ക് ഒരു 10-17 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശുക്കൾക്ക് നമുക്കിത് കിലോയ്ക്ക് 1 ലിറ്റർ പാലിന് 1 കിലോ തീറ്റ എന്ന കണക്കിലാണ് കമ്പനിയുടെ മാനുഫാക്ചർ അവർ ട്രയൽ റൺ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫീൽഡിലും പ്രൊപ്പഗേറ്റ് ചെയ്ത് പറഞ്ഞ് കർഷകർക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന് ആ അളവിൽ പാല് കിട്ടുന്നുമുണ്ട്, റിസൾട്ട് ഉണ്ട്. അതായത് അങ്ങനെ കൊടുത്താലും റിസൾട്ട് ഉണ്ട്. നമ്മൾ പക്ഷേ ഇവിടെ ഹൈ റേഞ്ചിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വെറ്റിനറി ഡോക്ടർ എന്ന നിലയിൽ നമ്മളിത് പൂർണ്ണമായിട്ടും കൊടുക്കാനായിട്ട് നമ്മൾ നിർദ്ദേശിച്ചിരുന്നില്ല. കാരണം ഇത് പുറത്ത് ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്നതായതുകൊണ്ട് നമുക്കറിയാം പ്രകൃതിക്ഷോഭം കാര്യങ്ങളൊക്കെ വരുമ്പം അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറുകയോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഉൽപാദനം നടക്കാതെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളൊരു 75% TMRഉം 25% പഴയ സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് തീറ്റയുടെ ലഭ്യത കറക്റ്റാക്കുകയും കർഷകർക്ക് ചെലവ് കുറയ്ക്കുകയും ചെയ്യാം. ഒരേ സമയം ഒരു തീറ്റ തന്നെ മൊത്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പശു വളർത്തൽ നിൽക്കും. അപ്പം ഏതെങ്കിലും സമയത്ത് ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട്
അവർ കൊടുത്തുകൊണ്ടിരുന്ന കാലിത്തീറ്റയും കുറച്ച് കാലിത്തീറ്റയും അതുപോലെ തന്നെ പുല്ലും കൊടുക്കുക. അതിനോടൊപ്പം തന്നെ TMR ഒരു 75% TMR ആക്കുകയാണെങ്കിൽ അത് പശുവിനും ഗുണമാണ്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ കറവ പശുക്കൾക്കും കുട്ടികൾക്കും അങ്ങനെ സെപ്പറേറ്റ് തീറ്റില്ല, അതെങ്ങനെയാ കൊടുക്കണം നമ്മള്? അത് ഇത് കറവ പശു, അത് എലൈറ്റ് പശുക്കൾ, അതാണ് ഈ TMR എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് എലൈറ്റ് പശുക്കൾ, അതായത് അമിത ഉൽപാദനമുള്ള പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പം പറഞ്ഞല്ലോ 1 കിലോയ്ക്ക് 1 ലിറ്റർ പാലിന് 1 കിലോ തീറ്റയാണ് കൊടുക്കുന്നത്. അപ്പം വേറെ ഒരു പ്രൊഡക്റ്റ് കറവ നിർത്തിയ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കറവ നിർത്തിയ പശുക്കൾക്ക് നമുക്ക് പാലുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള പോഷക ഗുണങ്ങളുള്ള സാധനങ്ങൾ തീറ്റയിൽ ആവശ്യമില്ല. അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മെയിൻറ്റെയിൻ റേഷൻ മാത്രം മതി. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പശു വളർത്തുന്നതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ഇതിലൂടെ ഞങ്ങളും ഡോക്ടേഴ്സും ഇത് കുറേ സ്ഥലങ്ങളിലുള്ള പല ഡോക്ടേഴ്സും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച എല്ലാവരുടെയൊക്കെ ഒരു അഭിപ്രായം TMR തീറ്റ മെച്ചപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് മെച്ചപ്പെട്ട ഒരു ബ്രാൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു കുറച്ച് ആളുകൾക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട്. പല ബ്രാൻഡുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കേരളത്തിൽ ഈ സാധനം എത്തിച്ച് വിതരണം നടത്തി ആളുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമതെ ആളുകൾ നമുക്കറിയാം പാരമ്പര്യമായി പുല്ലും കച്ചിയും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ആളുകളെ ഇതിലേക്ക് മാറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ശകലം പാടുള്ള കാര്യമാണ്. എന്നാലും ഇടുക്കി ജില്ലയിൽ ഭൂരിഭാഗം കർഷകരും ഇതിൽ വളരെ അക്സെപ്റ്റഡ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അവരുടെ കൊടുത്ത ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലുള്ള ചെലവ് കുറയ്ക്കുന്നതിൽ അവർക്ക് ഇതായി പാലുൽപാദനം മെച്ചപ്പെട്ടു. പാലിനകത്ത് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ 60 കിലോ അടുത്ത് പുല്ല് കൊടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പാല് ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ജലാംശം ശകലം കൂടുതലാണ്. അതുകൊണ്ട് വില കുറവ് വരും. അപ്പം പാലിന് അളവ് കൂടിയിട്ട് കാര്യമില്ല, വില കുറവാണെങ്കിൽ അത് കർഷകന് തിരിച്ചു കിട്ടുന്നതിൽ പൈസ കയ്യിലേക്ക് വരുന്നത് കുറവ് വരുന്നുണ്ട്. 1 രൂപ 2 രൂപ വ്യത്യാസമാണെങ്കിലും 10 ലിറ്റർ പാല് കൊടുക്കുന്ന ആൾക്ക് 10 രൂപ ദിവസം കുറവാണെങ്കിൽ 30 ദിവസം 300 രൂപ കുറവാണ്. അങ്ങനെ 10 പശുവുള്ള ആൾക്ക് 3000 രൂപ കുറവാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു ലാഭമാണ്. അതായത് ലാഭം ഉണ്ടാകുന്ന ഒരു ഇതിലേക്ക് TMR വന്നിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണ് ഈ TMR? ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയുടെ വിതരണം ചെയ്യുന്നുണ്ട്, കോട്ടയം ജില്ലയുടെ വിതരണം ചെയ്യുന്നുണ്ട്, അതോടൊപ്പം പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ 3 ജില്ലയുടെ വിതരണമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടേ കൊടുക്കും. നമ്മൾ നമ്മുടെ നമ്മൾ കർഷകർ നമ്മളെ വിളിച്ചറിയിക്കും. ആവശ്യമുള്ളത് വിളിച്ചറിയിക്കുന്നവർക്ക് അവരുടെ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവര് വിളിച്ചു പറയുന്ന ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യമായ രീതിയിൽ തീറ്റകൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ TMR ആവശ്യമുള്ളവർ ഞങ്ങൾ കോൺടാക്ട് നമ്പർ ചാനലിട്ടേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ വിവരങ്ങളും അവർ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പശുക്കൾക്ക് ട്രൂമീലിൻ്റെ TMR കൊടുത്താലുള്ള ഗുണങ്ങളാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ TMR ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.